ഇടപെടരുത്. ഇവിടെ പ്രതീക്ഷ ഷാഫി അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, പാലക്കാട്ടുകാർക്ക് ഇനി തല കുനിക്കേണ്ടി വരില്ല, തല ഉയർത്തി നിൽക്കാമെന്ന്. ഇന്ന് പാലക്കാട്ടുകാരെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട്. ഇവിടെ രാഹുലിനെ കാണാൻ വേണ്ടി പ്രശോഭ പോയപ്പോ ഞാൻ വിചാരിച്ചെന്തറിയോ, MLA ആയതുകൊണ്ട് പോയിന്ന്. സംഭവനെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിനെ കാണാൻ പോയാണെന്നുള്ളത് നമ്മൾ സത്യത്തിൽ വിചാരിച്ചില്ല. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത്. ഇതൊരു ഐക്യ ബലാത്സംഗ മുന്നണിയാണോ എന്നുള്ളതാണ് നമ്മൾ സംശയിച്ചു പോകുന്നത്. പ്രശാന്ത്, ഈ രണ്ട് അവകാശവാദങ്ങൾക്കിടയിൽ BJPയുടെ പ്രസക്തി എവിടെയാണ്? BJP നയിക്കുന്ന NDA നയിക്കുന്ന BJP അടക്കമുള്ളവർ പാലക്കാട്ട് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇവിടെ രണ്ട് വിഷയത്തിൽ ശബരിമലയെ സംബന്ധിച്ച് പറയാനായിട്ടുണ്ട്. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ രണ്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ ഓഡിയൻസ് ചോദിച്ച ചോദ്യത്തിന് ബോധപൂർവ്വം സ്കിപ്പ് ചെയ്തു പോയി ഫാറൂഖ്. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള എന്തെങ്കിലും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഇത്രയ്ക്ക് സോണിയാഗാന്ധിയോടൊപ്പം ചേർന്ന് അവർ നിന്ന് പടമെടുത്ത് പുറത്തു വന്ന സമയത്ത് അതിനെക്കുറിച്ച് മറുപടിയൊന്നും കോൺഗ്രസുകാർക്കില്ല. സാമൂഹ്യ മാധ്യമത്തിനകത്ത് സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ സ്വിച്ചിട്ടതുപോലെ കേരളത്തിലെ സമരമൊക്കെ നിർത്തി. എന്തിനുള്ള പുറപ്പാടാണ്ടോ? കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി വന്നല്ലോ കേരളത്തിൽ, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ശബരിമലയെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടിയില്ല എന്നൊരു ചോദ്യം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. മറുപടി പറയട്ടെ. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഈ പിൽഗ്രിമേജ് എന്നോട് ചോദ്യം, പിൽഗ്രിമേജ് തീർത്ഥാടനം, അത് കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണോ സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്നതാണോ? എന്റെ ഒരു സംശയത്തിൽ ഞാൻ ചോദിക്കണം. എന്റെ ഒരു സംശയത്തിന് ഒരു സംശയത്തിൽ ചോദിക്കണം. എനിക്കറിയാത്തോണ്ട് സംശയത്തിൽ ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതിന്റെ വ്യവഹാരങ്ങളും ഇതെല്ലാം ആരുടെ കീഴിലാണ് വരുന്നത്? സംസ്ഥാനത്തിന് കീഴിലാണ്. ഒരു മിനിറ്റ് എന്റെ ഒരു സംശയമാണ്, ആരുടെ കീഴിലാണ് വരുന്നത്? അതെ, സംസ്ഥാന സർക്കാരിന് കീഴിലാണ് വരുന്നത്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഉറപ്പാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു കൊള്ള നടന്ന സമയത്ത് ആ തീവട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത സർക്കാർ ഒരു വശത്ത്, ആ കട്ട സ്വർണം വിൽക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് ഒരു വശത്ത്, ഇവർ രണ്ടുപേർക്കുമുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി പറയുക തന്നെ ചെയ്യും. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയണ്ടല്ലേ? ഈ പാലക്കാട് CPM-മായി ചേർന്ന ഒരു ഡീൽ BJPക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ചോദ്യം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാല് ഡീലിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ നോക്കേണ്ട എവിടെ അറിയോ? തൊട്ടു പുറകിലേക്ക് നോക്കേണ്ടത്. കാരണം VK ശ്രീകണ്ഠൻ പാലക്കാടിന്റെ MP എപ്പോഴാണ് സുരേഷ് ബാബുവിന് കൈകൊടുക്കേണ്ട വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. പാലക്കാടിന്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ അദ്ദേഹം എന്താ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്? BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നും ആ മതേതര മുന്നണിയിലേക്ക് LDF ഉൾപ്പെടെ കടന്നു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ VK ശ്രീകണ്ഠനാണ് വാതിൽ തുറന്നിട്ട് കൊടുത്തത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഇവിടെ ഡീലുണ്ടാക്കാൻ ശ്രമിച്ചത് ശ്രീ VK ശ്രീകണ്ഠനാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പാലക്കാടിന്റെ MLA എവിടെ എന്നുള്ള ചോദ്യം ഇവിടെ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോ 139 മണ്ഡലങ്ങളിലും അവിടുത്തെ MLA-മാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പാലക്കാട് MLA കുറിച്ചുള്ള ചോദ്യം വരാതിരിക്കുന്നതിന് ബോധപൂർവം VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. എവിടെ നിങ്ങളുടെ MLA എവിടെ? ഒരു കാര്യം ആദ്യം പറയാം. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വന്ന് പ്രസംഗിച്ചത് ഇവിടെയാ. നേരത്തെ പറഞ്ഞല്ലോ ശബരിമല വിഷയോ ഈ ഗവൺമെന്റിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നു BJP CPM കേരളത്തിന്റെ ഡീലിന്റെ തെളിവ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഒരു 4 ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ. 600 രൂപ 18 മാസം തികച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഭരണകാലത്ത് പറ്റിയിട്ടില്ല. ആ ആൾക്കാരാണോ നിങ്ങൾ ഈ 3000 രൂപ ജനങ്ങൾക്ക് കൊടുക്കുന്നു പറയുന്നത്? ഒന്നാമത്തെ കാര്യം. വെറും വാഗ്ദാനം കിട്ടുകയില്ല.
അതുകൂടെ മനസ്സിലായില്ലേ വരും. രണ്ടാമത്തെ കാര്യം, ഈ നാടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട്, മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായിട്ട് നാട് മൊത്തം നടന്ന് പിരിച്ചിട്ട് ആ പൈസ അവിടെ നിങ്ങൾ കല്ലിടും തറക്കല്ലിടും എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഒന്ന് പറയട്ടെ. മൂന്നാമത്തെ കാര്യം, KSRTC ബസ്സിൽ നിങ്ങൾ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കും. നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് KSRTC എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയോ? അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. നാലാമത്തെ കാര്യം, ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ML ഉണ്ടായിരുന്നു. എന്ത് നീതിയാണ് ജനങ്ങളോട് ചെയ്തത്? ഇവിടെ നിന്ന് വടകരയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് MP ആയിട്ട് അവിടെ പോയില്ലേ? അതിനുശേഷം കെട്ടിയിറക്കിയില്ലേ രാഹുൽ മാങ്കൂട്ടൻ തന്നെ പാലക്കാടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു MLA-നെ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞാൻ എന്നെ കൊണ്ട് ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആദ്യ റൗണ്ടിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തിന് മറുപടി വന്നിട്ടില്ല ഇനി ഇതുവരെയായിട്ട്. ഒന്നാമത്തെ കാര്യം, പാലക്കാടിന്റെ MLA കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. പാലക്കാടിന്റെ MLA എവിടെയാണ് എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളില്ല അവനെ ഇവരുടെ പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളാത്തതുകൊണ്ട് ഇവരുടെ പാർട്ടിനെ ചവിട്ടി പുറത്താക്കി. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കൂടി കേൾപ്പിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായില്ലടാ. വേണമെങ്കിൽ പാലക്കാട്ടുകാർ സഹിച്ചോളൂ എന്നുള്ള സമീപനം എടുത്തു. അതേ ഹെഡ്മാസ്റ്ററിന്റെ അനിയൻ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് മുനിസിപ്പൽ കൌൺസിലർ പ്രശോഭ് അവൻ ജയിച്ചപ്പോ ആദ്യം കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങുന്നത് ഞങ്ങൾ കരുതിയത് ഒരു MLA ആയതുകൊണ്ട് പോയി എന്നുള്ളത്. പക്ഷെ ഇവനെ പണി പഠിപ്പിച്ചു. ഒരു മിനിറ്റ് ജമാലിക്ക പറഞ്ഞു കഴിയട്ടെ എല്ലാം പറയാം. ഇവിടെ രാഹുലിനെ കാണാൻ വേണ്ടി പ്രശോഭ് പോയപ്പോ ഞാൻ വിചാരിച്ചെന്തറിയോ, MLA ആയതുകൊണ്ട് പോയിന്ന്. സംഭവം ഇവനെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിനെ കാണാൻ പോയാണെന്നുള്ളത് നമ്മൾ സത്യത്തിൽ വിചാരിച്ചില്ല. പണി പഠിപ്പിച്ച ആശാനികളെ കാണാൻ പോയെന്നുള്ളത് നമുക്കറിയായിരുന്നു. ഇപ്പോഴല്ലേ ഓരോന്നായി പുറത്തു വരുന്നത്. അന്ന് അവന്റെ അനുഗ്രഹം വാങ്ങാൻ പോയവരൊക്കെ അവന്റെ കളരിയിൽ നിന്നാണ് ഈ അഭ്യാസം പഠിച്ചതെന്ന് തോന്നുന്നത്. അതോ ഇവർക്കൊക്കെ പണി പഠിപ്പിച്ച ആള് ഇപ്പോഴും കാണാൻ പറയത്തുണ്ടോന്ന് ദൈവത്തിനറിയാം. ഇവർക്കൊക്കെ പണി പഠിപ്പിച്ച ആള് ഇവിടെ പ്രശോഭ് ഇവിടെ അവന്റെ ചിത്രം വന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത്. ഇതൊരു ഐക്യ ബലാത്സംഗ മുന്നണിയാണോ എന്നുള്ളതാണ് നമ്മൾ സംശയിച്ചു പോകുന്നത്. കാരണം പാലക്കാട് ടൗണിലെ പാലക്കാടിന്റെ MLA ഈ രാഹുലിനെതിരെ ഇതേ കോൺഗ്രസ് പാർട്ടിപ്പെട്ട ഒരു വനിതാ പ്രവർത്തക പറഞ്ഞു, രാഹുലിനെതിരെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് ഞാൻ പരാതി പറഞ്ഞിട്ടെന്ന് പറഞ്ഞത് BJP-ക്കാരല്ല, പറഞ്ഞത് കോൺഗ്രസുകാരിയാണ്. പറഞ്ഞത് കോൺഗ്രസുകാരിയാണ്. അത്തരത്തിലുള്ള ആ രാഹുലിനെ പട്ടും വളയും നൽകി സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി പാലക്കാട്ടുകാരുടെ തലയിലേക്ക് ഈ ഒരു എന്താ പറയാ വാക്ക് പറയാൻ പറ്റില്ല, ആ ഒരു ചപ്പ് ചവറിനെ പാലക്കാടിന്റെ തലയിലേക്ക് കെട്ടിവെച്ചത് ഈ കോൺഗ്രസുകാരാണ്. ഇവര് ഷാഫി അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, പാലക്കാട്ടുകാർക്ക് ഇനി തല കുനിക്കേണ്ടി വരില്ല, തല ഉയർത്തി നിൽക്കാമെന്ന്. ഇന്ന് പാലക്കാട്ടുകാരെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട്. വളരെ പെട്ടെന്ന് സമയം കഴിഞ്ഞു. ഇവിടെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ചോദിച്ചു, സോണിയാഗാന്ധി എന്താണ് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു. പുറത്തു പറയാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ ഞങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റില്ല. അത് സോണിയാഗാന്ധി രാഹുൽ ബന്ധമാണെന്ന് ഇവര് പറയണം. ഇടപെടരുത് ഇവിടെ പറഞ്ഞിട്ട് പ്രതീക്ഷ ഇടപെട്ടോണ്ടിരിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കോട്ടിലുള്ള വിഷയം പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ചൊരു മറുപടിയില്ല, സോണിയെക്കുറിച്ചൊരു മറുപടിയില്ല. പിന്നെ എന്തിനാ ഇവിടെ പാലക്കാട് വിജയിക്കും? അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?